കാക്കശ്ശേരി മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊണസ്റ്റോഗ കോളേജിൻ്റെ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസിലാണ്. ഈ ക്യാമ്പസിൻ്റെ ഒരു കൊച്ചു ടൂറാണ് ഈ വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാമ്പസിൻ്റെ മെയിൻ ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ട് ഒരു ക്ലാസ് റൂം ടൂറും കൂടിയായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്നും കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ആക്സസ് ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷനുള്ളത്. കിച്ചൺ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയയിലാണ് അതുള്ളത്. അടുത്ത് തന്നെ ട്രാം സ്റ്റേഷനും ബസ് സ്റ്റോപ്പും എല്ലാം ഉണ്ട്. കഫേസ് കുറേ അടുത്തുണ്ട്. കോളേജിൻ്റെ അകത്തിട്ട് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും തൊട്ടടുത്ത് എൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാമ്പസിൻ്റെ ഒരു കൊച്ചു ടൂർ കണ്ടിട്ട് നമുക്ക് വരാം. ആ കാണുന്നതാണ് കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ്. ഇത് ഡൗൺ ടൗൺ ഭാഗമാണ്. ഇവിടെ ഒരു കോർട്ട് ഹൗസ് ഉണ്ട്. ഇത് ഡൗൺ ടൗൺ കിച്ചണറാണ്. ആൻഡ് ആ ഒരു ഗ്രീൻ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണ് ട്രാം സ്റ്റേഷൻ ഉള്ളത്. പിന്നെ അടുത്ത് തന്നെ കുറേ റൂട്ട്സിലേക്കുള്ള ബസ് സ്റ്റോപ്സും എല്ലാം ഉള്ളൊരു നല്ലൊരു സെൻട്രൽ ലൊക്കേഷനാണ്. നമുക്കിനി ക്യാമ്പസിൻ്റെ അകത്തേക്ക് കയറാം. കഴിഞ്ഞ ആഴ്ച വരേക്കും ക്യാമ്പസിലേക്ക് കയറാൻ മാസ്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ജൂലൈ 3 മുതൽ മാസ്ക് നിർബന്ധമല്ല. നമ്മുടെ ഒരു 1 കാർഡ് മാത്രം കാണിച്ചിട്ട് നമുക്ക് ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. കയറി ഉടനെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയയാണത്. ഇതൊരു സ്റ്റഡി ഏരിയ പോലെ കൺസിഡർ ചെയ്യാം. നമുക്ക് ഡിസ്കഷന് വേണ്ടിയും എല്ലാമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഫുഡ് ഇവിടെ കഴിക്കാൻ പാടില്ല. കോഫി, ടീ അതൊക്കെ മേ ബി പോസിബിൾ. കിച്ചൺ ക്യാമ്പസിൽ വെറൈറ്റി ആയിട്ട് തോന്നിയ സ്പോട്ടുകൾ ഒരു സ്പോട്ടാണത്. ഇത് എന്തിനാണ് ഇത് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലെങ്കിൽ എനിക്കിത് വെറൈറ്റി ആയി തോന്നി. കാരണം ഒരു കൊച്ചു സ്റ്റൂളുണ്ട്, പിന്നെ ഒരു ക്യാബിനറ്റ് പോലത്തെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണത്. ഇതാണ് ബ്രീതിങ് സ്പേസ്. മുൻപ് ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് അപ്പോയിൻമെൻറ്റോട് കൂടെ മാത്രം പോകാൻ പറ്റുള്ളൂ. ഇത് കൗൺസിലിങ്ങിനുള്ള റൂമാണ്. ഇതിൻ്റെ അകത്ത് അറേഞ്ച്മെൻറ്റ് വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ എനിക്കിത് പറ്റില്ല, കാരണം അപ്പോയിൻമെൻറ്റ് വേണ്ട കാരണം. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഒരു സെക്ഷനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ റൈറ്റ് സൈഡിൽ റെസ്റ്റ് റൂംസ് ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ മുന്നേ കാണിച്ച പോലത്തെ സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഡിസ്കഷൻ ഏരിയ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാവുന്നതാണ്. ഡൗൺ ടൗൺ കിച്ചൺ ക്യാമ്പസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ക്ലാസ് റൂംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചൺ മാർക്കറ്റിൻ്റെ ആ കോംപ്ലക്സിൻ്റെ സെക്ഷനിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മോർ ക്ലാസ്സസ് വരും. ആൻഡ് സ്പിരിച്വൽ റൂം ഇത് വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും പ്രേയേഴ്സിനും ഒക്കെ ആയിട്ടുള്ള ഒരു റൂമാണ്. അബ്ലൂഷൻ ഏരിയ ഉണ്ട് ഇവിടെ. അതിനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അവർ ചെയ്തിട്ടുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റൂമാണ്. അബ്ലൂഷൻ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് പ്രയർ റൂം ഉള്ളത്. പ്രയർ റൂമിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് സ്പേസ് ആണത്. ഒരു എംപ്റ്റി പെയിന്റിങ്ങിന്റെ ഫ്രെയിം കാണാം നിങ്ങൾക്ക്. പിന്നെ പ്ലാന്റ് പോട്ട്സ് ഉണ്ട്. പിന്നെ പ്രയർ റഗ്സ് ഉണ്ട്. ഈ സ്പിരിച്വൽ റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അധികം ഒട്ടും തിരക്കില്ലാത്തൊരു ഏരിയ നമ്മുടെ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറി ആയത് കാരണം നിങ്ങൾക്ക് അധികം ബുക്സ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ കമ്പ്യൂട്ടേഴ്സ് കാണാൻ പറ്റും. ഇതാണ് സ്റ്റുഡൻറ് ലോഞ്ച്. ഇവിടെയാണ് ഇവന്റ്സ് നടക്കുന്നതും നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നതും അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു കലബലായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഫുഡ് കഴിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും അവർ ഈ സ്റ്റുഡൻറ് ലോഞ്ചിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നത് 2 മൈക്രോവേവ്സ് ആണ്. നമുക്ക് ഫുഡ് ആവശ്യത്തിന് ചൂടാക്കി കഴിക്കാം. അതേപോലെ തന്നെ ഇവിടെ പേപ്പർ ടവൽസ് ഉണ്ട്. ദെൻ ഹോട്ട് വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ സ്റ്റുഡൻറ് ലോഞ്ച്. നല്ല ബ്രേക്ക് ടൈമിലൊക്കെ നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് റൂമിൻ്റെ സെക്ഷൻസിലേക്ക് പോകാം. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗത്താണ് ക്ലാസ് റൂംസ് എല്ലാം ഉള്ളത്. ഇവിടെയും ഇതുപോലെ കുറേ ലൈക്ക് ഡിസ്കഷൻ ഏരിയാസും ഇതുപോലത്തെ ലോങ് ടേബിൾസും അങ്ങനത്തെ കുറേ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻഡോർ ക്യാമ്പസ് ആയത് കാരണം തന്നെ നമുക്ക് നിന്നും ഇരുന്നും ഒക്കെ പഠിക്കാനുള്ള ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻഡോർ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മുന്നേ കാണിച്ച പോലത്തെ ഫസ്റ്റ് ഫ്ലോർ ഉള്ള പോലെ തന്നെ സെക്ഷൻസ് ഇവിടെയും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നതാണ്. ക്ലാസ് റൂംസ് ഇങ്ങനെ ഇത് മുതൽ സ്റ്റാർട്ട് ആകുന്നു. ആൻഡ് ടു ദ എൻഡ് വരയ്ക്കും ക്ലാസ് റൂംസ് ഉണ്ട്. ഇവിടുത്തെ കോറിഡോർസ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൺജസ്റ്റഡ് അല്ല. അതുപോലെ തന്നെ പറ്റാവുന്ന സ്ഥലത്തെല്ലാം ഇതുപോലത്തെ ചെയറിൻ്റെയും ഡെസ്കിൻ്റെയും അറേഞ്ച്മെന്റ്സ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും പവർ ഔട്ട്ലെറ്റ്സ് എല്ലാം കണക്റ്റഡ് ആണ്. സോ നമുക്ക് ലാപ്ടോപ്പ് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഭാഗത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഇതുപോലെ പ്രിന്റേഴ്സും അവിടേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ 1 കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോപ്പീസ് പ്രിന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റിന് 50 കോപ്പീസ് വരെയും ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത് 1 കാർഡ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഈ ഒരു കോറിഡോറിന്റെ എൻഡിലുള്ള ഒരു ഏരിയ ആണിത്. ഇതുപോലത്തെ ഒരു ചെയറും താഴത്തെ ഒരു ഫുഡ് സ്റ്റൂളും ഇങ്ങനെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിളും എല്ലാം വെച്ചിട്ടൊരു നല്ലൊരു കോർണറാണിത്. അതായത് അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. ആരും നമ്മളെ ശല്യപ്പെടുത്താനും വരില്ല. ഇങ്ങനത്തെ ഒരു ഷീൽഡൊക്കെ ഉള്ളത് കാരണം നല്ലൊരു ഓപ്ഷനാണിത്. ഈ കാണുന്നതാണ് കൊളാബറേഷൻ റൂം. നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡിക്കും പ്രോജക്ട് ഡിസ്കഷനും എല്ലാം വേണ്ടി നമുക്ക് ഈ കൊളാബറേഷൻ റൂംസ് യൂസ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യണമെന്നില്ല. ഒഴിഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും കൊളാബറേഷൻ റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കയറി നിങ്ങൾക്ക് ഓക്യുപ്പൈ ചെയ്യാവുന്നതാണ്. കൊളാബറേഷൻ റൂമിൻ്റെ അത് സെറ്റപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു കോൺഫറൻസ് ടേബിളും ചെയറും അതുപോലത്തെ LCD ഡിസ്പ്ലേയും എല്ലാമുള്ള ഒരു സെറ്റപ്പാണ് കൊളാബറേഷൻ റൂമിൽ. ഇതാണ് ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസിലെ ഒരു ടിപ്പിക്കൽ ക്ലാസ് റൂം. ലൈറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഓൺ ആയിക്കോളും. ആസ് യൂഷ്വൽ എപ്പോഴും ക്ലാസ്സിൽ ഞാനാണ് ആദ്യം എത്തുന്നത്, ഞാൻ തന്നെയാണ് ആദ്യം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോഴേ പറഞ്ഞതുപോലെ കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ് പുതിയൊരു ക്യാമ്പസ് ആയത് കാരണം തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള പുതിയ സെറ്റപ്പാണ്. എല്ലാ ക്ലാസ് റൂമിലും ഇതുപോലത്തെ പ്രൊജക്ടേഴ്സ് ഉണ്ട് ആൻഡ് എല്ലാം വെൽ കണക്റ്റഡ് ആണ്. ുള്ള കമ്പ്യൂട്ടർ നമുക്ക് ഇത് നമ്മുടെ കൊണസ്റ്റോഗ ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ പ്രൊജക്റ്റിലേക്കുള്ള കണക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ പ്രോപ്പർ ആയിട്ടുണ്ട്. ഈവൻ ലൈറ്റിന്റെ കൺട്രോൾസും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അപ്പോഴേ പറഞ്ഞ പോലെ പല ടൈപ്പ് കപ്പാസിറ്റിയുള്ള ക്ലാസ് റൂംസ് ഉണ്ട്. ഇത് ഇത്തിരി വലിയ ക്ലാസ് റൂമാണ്. ഇതിന്റെ 60 ആണ് ഇതിന്റെ കപ്പാസിറ്റി. അതേപോലെ തന്നെ 50യുടെ 30യുടെ അങ്ങനത്തെ പല കപ്പാസിറ്റിയുള്ള ക്ലാസ് റൂംസ് ഉണ്ട്. എല്ലാ ഡെസ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പവർ ഔട്ട്ലെറ്റ്സ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ഉള്ളത്. ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ് കോവിഡിന് തൊട്ട് മുന്നെയാണ് ഓപ്പൺ ചെയ്തത്. ദെൻ കോവിഡ് വന്നപ്പോൾ വീണ്ടും അത് ലോക്ക്ഡൗൺ ചെയ്യേണ്ടി വന്നു. ദെൻ ഈ ഒരു മാർച്ചിലാണ് വീണ്ടും റീഓപ്പൺ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. ഇവിടുത്തെ ടെക് സപ്പോർട്ടാണെങ്കിലും അതുപോലെ ഇവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റംസും ലൈബ്രറിയും എല്ലാം ലേറ്റസ്റ്റ് സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്യാമ്പസ് ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസി ആയിട്ടുള്ളത്, ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ, പിന്നെ അധികം നമുക്ക് എന്താ പറയുക നടക്കേണ്ട ആവശ്യമില്ല. ഇൻഡോർ ക്യാമ്പസാണ്. അതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റേതായ കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചൺ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദ ബെസ്റ്റ് പറയുന്നു. എനിക്കിനി ഒരു 4-5 ആഴ്ചയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് എൻ്റെ പ്രോഗ്രാം കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ദ കാക്കശ്ശേരീസ് എന്ന് തന്നെയാണ് പേര്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്ത വ്ലോഗിൽ സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ലോഗ്.